ബഹുമാന്യരെ, ആണിപ്പഴുതാഴങ്ങളിലേക്ക് വിരൽ തൊട്ട ക്രിസ്തു ശിഷ്യൻ ആർത്തലച്ച് പെയ്തിറങ്ങി ഒരു പ്രവാഹം പോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അവിശ്വാസിയെന്ന് ചാർത്തപ്പെട്ട നാമം കാലചക്രത്തിൻ്റെ പരിക്രമണത്തിൽ ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ, വിശ്വാസികളുടെ പിതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. വചനം മാംസമായവനെ വഴിവിളക്കായി കണ്ട് വചനം വിതയ്ക്കാനായി ഭാരതമണ്ണിലെത്തിയ സുവിശേഷകൻ, ദിപ്ലേ ദീദിമോസ് എന്ന് വിളിപ്പേരുള്ള തോമാസ് ലീഹ. ഗുരുവചസ്സുകളുയിരിൻ്റെ ഊർജമായി ആഴി തന്നലകളായ ആത്മനാഥൻ്റെ മുറിവുകൾ ആർത്തു പെയ്തന്നായാമത്തിൽ എൻ്റെ കർത്താവേ, എൻ ദൈവമേ, ഷാഢ്യത്തിൻ മുന്നിൽ തോറ്റുപോയവൻ തൻ തിരുമുറി വാഴങ്ങളിലേക്ക് വിരൽ സ്പർശനം താതാ, എൻ വിശ്വാസ ദീപമെരിഞ്ഞുണർന്നു. പകരുന്ന ദീപപ്രയാണമീ ഭാരതമണ്ണിൽ തിരിയേകി തീയേകി അന്ത്യം ആ ചിന്നമലയൻ ബലിക്കല്ലായി തീർന്നു. ചുടുനിണം വിശ്വാസ വഴിയേ വരിക ധീരനായി, സാക്ഷിയായി സാക്ഷ്യമായി, സാക്ഷിയായി സാക്ഷ്യമായി. എന്താ ആലോചിക്കണേ? നാളത്തേക്ക് 1 മണി അരി പോലുമില്ല. നമുക്ക് മുണ്ട് മുറുക്കി ഉടുക്കാം. പക്ഷെ കുഞ്ഞുങ്ങൾ വിശന്നാൽ അമ്മേന്ന് വിളിച്ച് കരയാനല്ലേ അവർക്കാവൂ. ദീനം മാറി എന്നേലും വേലയ്ക്ക് പോവാന്ന് വെച്ചാ ആരേലും വേല തരണ്ടേ? വസൂരി പിടിച്ചവനെ തൊടിയിലും പുരയിടത്തിലും വിലക്ക് കൽപ്പിച്ചിരിക്കുകയല്ലേ. ഈ കരയില് എല്ലാവർക്കും പട്ടിണിയാ. എന്നിട്ടും ഉള്ളതിലൊരു ഓഹരി ഇതുവരെ നമുക്ക് തന്നു. എന്റെ ദൈവങ്ങളെ, കോലമ്പ്രാട്ടെ വല്ലമ്പ്രാനോട് വേല ചെയ്ത് കൊടുക്കാമെന്നേറ്റ് മുൻകൂർ വാങ്ങിയ 6 അണ തിരികെ കൊടുക്കാൻ പറഞ്ഞ് ഇന്നലെയും അയാളുടെ സിംഗടികൾ വന്ന് പറയാത്ത ഒന്നുമില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ കൊടുത്തില്ലേ? ഒരയ്ക്ക് തീടും. നമ്മൾ ഈ കരേന്ന് നാട് കടത്തും. എന്താ ചെയ്യ? ഒരു വഴിയേ എന്റെ മുന്നിൽ കാണാനുള്ളൂ. കുഞ്ഞുങ്ങളെ കൂട്ടി ചാവുക. കാണാം. എന്തിനാ അമ്മ കരയണേ? അമ്മ, എനിക്ക് വിശക്കുവാ. എന്റെ മക്കളെ, എന്റെ മക്കളെ,
ചെളവേ, വല്യമ്പ്രാന് കൊടുക്കാനുള്ള 6 അണ പലിശ ചേർത്ത് 17 ഉറുപ്പിയ ആയ വിവരം നിനക്കറിവുള്ളതല്ലേ? ഇന്നിപ്പ കിട്ടണം. നാടുവാഴിക്ക് കൊടുക്കാനുള്ള പുരക്കരവും പണിക്കരവും നീ ഒടുക്കിയിട്ടില്ല. എല്ലാം ചേർത്ത് ഇന്ന് തന്നെ എത്തിക്കണമെന്ന ഉത്തരവ്. എന്താ ചേളാവേ നിന്റെ തീരുമാനം? വസൂരി വന്ന് കിടപ്പിലായതുകൊണ്ടാ. വേലയ്ക്ക് പോട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും ഒടുക്കി തീർത്തോളാം. കൊള്ളപ്പലിശ ഈടാക്കരുത്, മനസ്സലിവ് കാട്ടണം. ആണുങ്ങൾ പറയുന്നിടത്ത് തിരികെ കയറി വരുന്നോ? മാറി നിക്കടി. എന്റെ പെണ്ണിനെ തുടരരുത്, കുറച്ചുകൂടെ അവതാരം കാണിക്കണം. പിടിക്കുന്നു വസൂരി പിടിച്ച നായ. അയ്യോ വേണ്ട, തല്ലല്ലേ, മക്കളച്ഛനെ തല്ലല്ലേ. ഇല്ല, ഒന്നും ചെയ്യില്ല. നീ വിചാരിച്ചാൽ. ഹേയ്, ആ സാധുക്കളെ ഉപദ്രവിക്കരുത്. വിട്, അവരെ ഒന്നും ചെയ്യരുത്. വിടാൻ. നീ ആര്? ഞാൻ ദിദിമോസ് എന്ന് വിളിപ്പേരുള്ള തോമസ്. കെട്ടും മട്ടും കണ്ടിട്ട് വാണിഭത്തിന് വന്ന പരദേശിയാണെന്ന് തോന്നുന്നു. കച്ചവടത്തിന് വന്നവൻ അത് ചെയ്തോണം, മനസ്സിലായോ? അതെ, ഞാൻ കച്ചവടക്കാരൻ തന്നെയാ. കരുണയുടെ, സ്നേഹത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ കച്ചവടക്കാരൻ. എങ്കിൽ കോലമ്പറനാട് വലിയ തമ്പുരാന് കൊടുക്കാനുള്ള പണവും ദേശവാഴിക്ക് നൽകാനുള്ള കരം 18 വെള്ളി നാണയവും പരദേശിയായി നീ തരുമോ? എന്റെ മിശിഹ തമ്പുരാനെ, അങ്ങ് പാവങ്ങളോട് അലിവ് കാണിക്കുന്നതിന് എന്നെ ഒരു ഉപകരണമാക്കി തീർക്കണമേ. ഇവരോട് കരുണ തോന്നണമേ. ഇവൻ തോറ്റു പിന്മാറുന്നത് കണ്ടില്ലേ? മുട്ടുകുത്തി പിറുപിറുക്കുന്നു. ഹേയ് കൂട്ടരെ, ആ മീൻകൊട്ട ഒന്ന് കൊണ്ടുതരാമോ? ഇത് അവിശ്വസനീയം. നീ ആര്? മന്ത്രവാദിയോ? എന്നെ അയച്ചവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഈ സാധുക്കൾ നിങ്ങൾക്ക് തരാനുണ്ടെന്ന് പറയുന്ന പണവും നാണയങ്ങളുമല്ലേ? ആവശ്യത്തിനെടുത്തോളൂ. എന്തേലും ആവട്ടെ, നമുക്ക് കിട്ടേണ്ടത് കിട്ടി. വാ, നമുക്ക് പോകാം. ഈ കാര്യം നാടുവാഴി അറിയിച്ചിട്ട് തന്നെ കാര്യം.
ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളുടെയും ദൈവമാണ്. സ്നാനപ്പെട്ട് ദൈവത്തിൽ സർവവും സമർപ്പിച്ച് സഹോദര്യത്തിൽ സന്തോഷത്തോടെ വർത്തിക്കുവാൻ എന്നോടൊപ്പം ചേരുക. മിശിഹാ തമ്പുരാൻ നമുക്ക് വഴികാട്ടും. എന്നാലും ആ സ്വർണ്ണം എവിടെ നിന്ന് വന്നതായിരിക്കും? ഹേയ്, നിർത്തിൻ. നാം പരസ്പരം തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും ഇരിപ്പിടത്തിനും ഇളക്കം വരരുത്. തോമസ് നമ്മുടെ ഉറക്കം കെടുത്തുന്നു. ജനങ്ങൾ അവന്റെ കൂടെയാ. നമ്മുടെ കൂടെയുള്ള പലരും ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞു. പറയനും പുലയരും വരെ ഒച്ചത്തിൽ സംസാരിക്കുന്നു. നിലത്തെഴുത്തും കണക്ക് മനപ്പാടമാക്കലും. അവർക്കൊരു പുതിയ ദൈവമുണ്ടത്രേ. എന്താ എന്താ ദൈവത്തിന്റെ പേര്? യേശു. യേശു ആണെന്ന് അവന്റെ പേര്. യേശു. അധികാരികളുടെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ ചാട്ടവാറിനടിച്ച് വൃദ്ധപ്രായനാക്കി കുരിശിലേറ്റി എന്നാണ് കേൾവി. ദീദിമോസ്. അവന്റെ വിധി നാം നടപ്പിലാക്കും. എവിടെയുണ്ട് ആ ധിക്കാരി? മൈലാപ്പൂരിലുണ്ടെന്നാ കേൾവി. ആരവിടെ? ചേനക്കൂട് നിന്ന് നാം വരുത്തിയ മല്ലന്മാരോട് വരാൻ പറയൂ. ഏയ്, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പറഞ്ഞതിലധികം പൊന്മണം ഇതിലുണ്ട്. ചെല്ല്. അവന്റെ ഗുരുവിന് കുരിശെന്ന് കേൾവി. അനുയായിയായ തോമസ്. അവന് ഈ കുന്തം ധാരാളം. എന്റെ കർത്താവായ ദൈവമേ, അനേകം അന്ധവിശ്വാസികൾ ഈ ഭാരതത്തിൽ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നു. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ. അങ്ങയുടെ സുവിശേഷം ഭാരതമൊട്ടാകെ എത്തിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. കർത്താവേ, എന്റെ ദൈവമേ, ദൈവമേ, വചനം വിതയ്ക്കാനായി ഭാരതമണ്ണിൽ വന്ന് തന്റെ അവസാന തുള്ളി ചോരയും മൈലാപ്പൂരിലെ ചിന്നമരയിലേക്ക് ഒഴുക്കിയതിൽ നിന്നും മുളച്ചു പൊന്തിയ വിശ്വാസ കതിരുകളിൽ 30, 60, 100 മേനിയും വിളവ്. അവനോടൊപ്പം മരിച്ചാലും തള്ളിപ്പറയില്ലെന്ന ദൃഢനിശ്ചയത്തിന്റെ, ശിശുസഹജമായ നിഷ്കളങ്കതയുടെ, കറയില്ലാത്ത സ്നേഹത്തിന്റെ ആൾരൂപം വിശുദ്ധ തോമാസ്ലിഹ. ആ പാദങ്ങളിൽ
സ്നേഹപ്രണാമം. നന്ദി.